ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്ന ഈ ഒരു സമയത്ത് മലപ്പുറം ഏരിയയിൽ വന്നാൽ ഏതൊരു വീട്ടിലും കാണുന്ന ഒരു വിഭവമുണ്ട്, അതായത് നെയ്ച്ചോറും കോഴിക്കറി. അപ്പം അതിൻ്റെ അതായത് ഈ ഒരു സ്ഥലത്തെ പ്രത്യേകമായിട്ടുള്ള ഒരു രുചിയാണെന്ന് നമുക്ക് പറഞ്ഞുതരാമെന്ന് പറഞ്ഞു തരുന്നത് വേറെ ആരുമില്ല, സൈബത്തായാണ് നമുക്കിന്ന് പറഞ്ഞുതരാമെന്ന്. നമസ്കാരം ഇത്ത. പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. കാര്യം എന്ന് വെച്ചാൽ നെയ്ച്ചോറും കോഴിക്കറിയും ആ കൂട്ടിയുള്ള ഒരു രുചി എന്താണെന്ന് അറിയില്ല. ഞാൻ വേറെ കഴിച്ചിട്ടുണ്ട്, വേറെ പുറത്തുനിന്നൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ രുചി എന്താണെന്ന് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് അപ്പോൾ വേണ്ട? ആദ്യം തന്നെ സവാള ചെറുതായിട്ട് അരിഞ്ഞത്, മല്ലിച്ചീര, പുതിന, മല്ലിയിലയും പുതിനയും ചെറുതായിട്ട്, വിനാഗിരി, വിനാഗിരി ഉണ്ടല്ലേ, വിനാഗിരി, ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി, പിന്നെ കറിവേപ്പില, ഇത് ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക് ചതച്ചത്, കാശ്മീരി ചില്ലി പൗഡർ ആണോ? കാശ്മീരി ചില്ലി പൗഡർ, ചിക്കൻ മസാല, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, പിന്നെ തക്കാളി ചെറുതായിട്ട് ആവശ്യത്തിന് ഉപ്പ്. പിന്നെ കൂടാതെ നമ്മുടെ കഥാനായകൻ ചിക്കൻ, അതായത് ചിക്കൻ നല്ലപോലെ ചെറിയ പീസുകളായിട്ട് അരിഞ്ഞ് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഏകദേശം എത്ര കിലോ ഉണ്ടോ? അര കിലോ ചിക്കൻ നല്ലപോലെ ക്ലീൻ ചെയ്ത് വെക്കുക. ഇഞ്ചി ചതച്ചത് അല്ലേ, വെളുത്തുള്ളിയും ചതച്ചത്. അതിനുശേഷം ഈ കാണിച്ച ഇൻഗ്രീഡിയൻസ്, അതായത് ഏതൊക്കെ ചേർത്തു വെച്ചാൽ മുളക് പൊടി ചേർത്തു, മഞ്ഞൾപ്പൊടി ചേർത്ത്, ഗരം മസാല ചേർത്തു, ചിക്കൻ മസാല, ഈ ഒരു മസാലകൾ നമ്മൾ ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് ചിക്കൻ, നേരത്തെ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ, ചെറിയതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചിക്കൻ. അതിനുശേഷം ഇനി ഇതൊന്ന് ഒരു 2 മിനിറ്റ് കുറച്ച് സമയം നമ്മൾ മൂടി വെക്കുക. പിന്നെ അതിനുശേഷമാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ്. വിനാഗിരി ചേർക്കണം, വിനാഗിരിയും വെള്ളവും. ഇത് വെള്ളം ചേർക്കുന്നത് എങ്ങനെയാണ് അതിന്റെ ഒരു കണക്ക്? നമ്മള് ആവശ്യത്തിന് വേവാനും മാത്രം ചേർത്ത്. ചിക്കൻ ആകുമ്പോൾ പെട്ടെന്ന് വിനാഗിരി ഇതിനകത്തുണ്ട്. ഞാൻ പെട്ടെന്ന് ആദ്യം എടുത്തപ്പോഴത്തെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുമ്പോൾ കണ്ടില്ല. വിനാഗിരി സ്വല്പം മതി, അത് ഈ ഇറച്ചി പൊടിഞ്ഞു പോകാതിരിക്കാനായിട്ടാണ് വിനാഗിരി ചേർക്കണം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, നേരത്തെ ഉപ്പിട്ടിട്ടുണ്ടല്ലോ, അപ്പൊ സ്വല്പം മതി. സവാള വഴറ്റണ സമയത്ത് കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട് അല്ലേ. ഇതിൻ്റെ ഒപ്പം ചേർക്കേണ്ട കുറച്ച് എന്താ പറയുക സൈഡ് കൂടെ ഉണ്ട്. എന്താ വെച്ചാൽ സാലഡ്, പപ്പടം, പിന്നെ കൂടാതെ ഈന്തപ്പഴ അച്ചാർ. കാര്യം ഇവിടുത്തെ ഏറ്റവും ഒരു സ്പെഷ്യൽ പറയുകയാണെങ്കിൽ ഈന്തപ്പഴ അച്ചാറാണ്. പക്ഷേ എനിക്ക് ഒട്ടും അതൊന്നും വേണ്ട, ഈ ഒരു നെയ്ച്ചോറും ചിക്കനും മാത്രം മതി. അപ്പോൾ അതൊന്ന് നമുക്ക് കഴിച്ചു നോക്കാം. ഡെഡിക്കേഷൻ പറഞ്ഞിട്ടുണ്ടല്ലേ? ഡെഡിക്കേഷനും പറഞ്ഞിട്ടുണ്ട്. സൂപ്പർ, അടിപൊളി. കാര്യത്തിൽ പറഞ്ഞ് ഒന്നുണ്ടാക്കി നോക്കണം. എന്നിട്ട് ഞാൻ പറഞ്ഞ സത്യമാണോ എന്ന് ആലോചിക്കണം. കാര്യം ഈ ഒരു റൈസ് നെയ്ച്ചോറും കൊള്ളാട്ടായിട്ടാണ്, നന്നായിട്ടുണ്ട്. അപ്പോൾ സൈബത്തെടുത്ത് കാര്യം എന്ന് വെച്ചാൽ ഞാനൊരു കാര്യം പറയാനുള്ളത്, തകർപ്പെന്ന് പറഞ്ഞാൽ വെറും തകർപ്പെന്നൊന്നും പറയാൻ വാക്കുകളില്ല. ഒന്ന് രുചിച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഒന്ന് ഉണ്ടാക്കി കഴിഞ്ഞാലേ മനസ്സിലാവുള്ളൂ. എന്തായാലും എനിക്ക് ഉണ്ടാക്കി കഴിച്ചപ്പോൾ തന്നെ ഏകദേശം മനസ്സിലായി. പിന്നെ വേറൊരു കാര്യം പറയാനുണ്ട്, ഇത്തയെടുത്ത് നന്ദി പറയുകയാണ്. കാര്യം പ്രേക്ഷകർക്ക് ഇത്തരത്തിലൊരു ഡിഷ് പറഞ്ഞു തന്നതിന്.